ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ്. അപ്പം ചുട്ട് പകുതിയാകാനായി. അപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയേക്കണം. ഓക്കെ, വീഡിയോ എടുക്കണ ആൾ എഴുന്നേറ്റ് വരാൻ താമസിച്ച്. അസ്സലാമലൈക്കും. ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കണുണ്ട്. പിന്നെ കറി ഇന്നലത്തെ മീൻ കറി ഇരിക്കണുണ്ട്. അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിക്കണത്. പിന്നെ ഉച്ചക്ക് ചോറിനുള്ള കറി മോര് കാച്ചിയതും പിന്നെ മീൻ കറിയും മീനും പൊരിക്കണം. അത് മാത്രമേ ഉള്ളൂ. ഒഴിക്കട്ടെ വാ. ഇത് ഞാൻ അരച്ചുണ്ടാക്കണ വെള്ളയപ്പമാണ് കേട്ടോ. പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കണതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാറില്ല. പച്ചരിയും ചോറും തേങ്ങയും ഈസ്റ്റും ജീരകമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കും. നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണിത്. തിന്നാനും നല്ല ടേസ്റ്റാണ്. കറി ഉണ്ടാക്കാനായിട്ട് മോര് കാച്ചാനായിട്ട് കുമ്പളം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അരിയണത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. മുക്താർ മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മീൻ മുറിച്ചൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്ദനാണ്. ഐസായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് കുറച്ച് കറി വെക്കണം, കുറച്ച് പൊരിക്കണം. പിന്നെ ഒലത്താനായിട്ട് ബാക്കിയുള്ള മാവിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് ഇതുകൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കും. നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പം ഇരിക്കുള്ളൂ. ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കണത് കാണാം. കിണ്ണത്തപ്പം ഉണ്ടാക്കണത് കേക്കിൻ്റെ പാത്രത്തിനകത്ത് ഒഴിച്ചാണ് ഉണ്ടാക്കണത്. മറ്റേ ഇതിലൊഴിച്ചിട്ടല്ല ഉണ്ടാക്കണം. ഇതിനുള്ളിൽ ഇത് പോണില്ല. അതെന്താ പറ്റിയേക്കണെന്ന് പറഞ്ഞ പാത്രത്തിന്. ഇരുമ്പിൻ്റെ ഒന്നുമല്ല. പിന്നെ എന്താണെന്ന് അറിയണ്ട. കുറേ ഉരച്ച് നോക്കി, പോണില്ലത്. വേറെ ഉള്ള ചെറുതാണ്. പിന്നെ കഴിഞ്ഞു. വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അടുപ്പ് കത്തിച്ചിട്ട് വേണം.
മണ്ണെണ്ണ ഇല്ലാത്ത കാരണമേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുപ്പ് കത്ത് പിടിച്ചിട്ടാണ് പണി. എന്തൊരു പുകയാണ്. ചൂട്ടിന് കത്തുടിയ ചൂട്ട് നനഞ്ഞിരിക്കുകയാണ്. നനവണ്ട് ചൂട്ടിന്. ഉണങ്ങാത്ത ചൂട്ട കെട്ടി വെച്ചിട്ടേ അത് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ചൂട്ട് വെയിലില്ലല്ല, വെയിലത്തോട്ടിടാൻ. എന്തൊരു പുകയാണ്. ചോറ് തളച്ചട്ടാ. ചോറൊക്കെ റെഡിയായില്ലേ? ചോറൊക്കെ റെഡിയായി. ചെമ്മീൻ പുളി ഇട്ട് തേങ്ങ അരച്ചുണ്ടാക്കിയേക്കണ നന്ദൻ കറിയാണ്. ഇതാണ്ട നമ്മുടെ മീൻ പൊരിച്ചത്. മീൻ പൊരിച്ചതിനെ കാട്ടിത്തരാം. ഇതിനകത്ത് നന്ദൻ മാത്രമല്ല ഉള്ളത്, മുള്ളനുണ്ട്. അങ്ങനെ കുറച്ച് മീൻ ഐറ്റംസ് ഉണ്ട്. നല്ല അടിപൊളി മൂരിയാച്ചത്. കുമ്പളങ്ങയ്ക്ക് ഇട്ട് നല്ല മൂരിയാച്ചത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു മുട്ട ട്രേ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മുട്ട പൊരിക്ക. അപ്പൊ ഇനി കഴുകി തുടച്ച് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. ഇനി അതും കൂടി കഴിഞ്ഞാൽ പണിയായി. നമ്മളെ മീൻ പൊരിച്ചത് മറ്റേ നന്ദനും പിന്നെ മുള്ളനൊക്കെ ഉണ്ട്. എല്ലാ മീനും കൂടി ഉള്ളതാണ്. നന്ദൻ കറി ചെവിപ്പിടിയിട്ട് വെച്ചാൽ ചെവിപ്പിടിയിട്ട് നല്ല പുളിയിട്ട് നല്ല ടേസ്റ്റാണ്. കറിയുടെ കോരി തീർക്കില്ലല്ലോ. കുമ്പളങ്ങ മോരി വെച്ചത്. അപ്പൊ നമ്മ ഇന്നുണ്ടാക്കാൻ പോണ നൂഡിൽസ് ആണ്. അപ്പൊ നൂഡിൽസ് കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഇത് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കം വേണം, അതുപോലെ തന്നെ ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ വെള്ളം തിളക്കാറായി. തിളക്കുന്നതിന് മുമ്പ് നമ്മൾ നൂഡിൽസ് ഇടണം. അടിയിൽ നിന്ന് എടുക്കല്ലേ, മുകളിൽ നിന്ന് എടുക്കുക. ഇത്തിരി കൂടി വെള്ളം ഒഴിക്കണം ഒന്നും വേണ്ട കേട്ടോ. ആണോ? അതായത് ഇതായി കഴിയുമ്പോ അറിയാൻ പറ്റൂല. നാളെ മുമ്പ് നൂഡിൽസ് ഇട്ടോക്ക, എന്നിട്ട് ഓയിൽ ഇത്തിരി ഒഴിക്കണം. 1 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കണം. ടീസ്പൂൺ നോക്കണ്ട, ഒഴിച്ചു.
അപ്പോൾ വെള്ളത്തിൽ നൂഡിൽസ് ഇട്ട് വെച്ചേക്കാണ്. അത് വേകുമ്പോഴത്തേക്കും തിളക്കുമ്പോഴത്തേക്കും മുട്ട പൊട്ടിച്ച് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് റെഡിയാക്കിയാണ്. ലേശം കുരുമുളക് എടുത്തിട്ട് പൊടിക്കുകയാണ്. ലേശം ഉപ്പ്, കുരുമുളക് ചതച്ചത്, അടിച്ച് മിക്സ് ചെയ്യാം. മുട്ട പൊരിക്കാൻ മിക്സ് ചെയ്യുന്ന മാതിരി പൊടിച്ച് ഇതങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂറ്റ നൂഡിൽസ് വെന്ത് തിളച്ച് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പാത്രം മാറ്റാൻ ഐസായിട്ട് ആദ്യം വെച്ച ചെറിയ പാത്രത്തിൽ കൊള്ളൂലെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അതല്ല വലിയ പാത്രം വെക്കാനാണ്. ഒരു പാത്രത്തിലിടല്ലേ, ആ പാത്രത്തിലിടല്ലേ, വേറെ ഉരുളി എടുക്കാം. നേരത്തെ പറഞ്ഞ നല്ല അഭിപ്രായം പൊടിച്ചിട്ടാ മതി. നേരത്തെ മുടിച്ചിടാന്ന് പറഞ്ഞാണ്. പിന്നെ ഞാൻ ഒടിക്കേണ്ടെന്ന് പറഞ്ഞ ഒടിച്ചില്ല. പൊടിച്ചാൽ മതിയായിരുന്നു എന്നാണ് തോന്നണത്. അത് വീട്ടിലോട്ട് എത്തിക്കാം. വലി അപ്പല്ലായിരുന്നു. ആ അത് വെള്ളം ഇതാക്കിയാ മതി. അത് കൊട്ടിക്കളയല്ല, കൊട്ടണ്ട ടൈമിലേ വെച്ചാ മതിയല്ല, അടി വെച്ചാ മതിയല്ല. ആ അതിനകത്തുണ്ട്, പൊന്തി കിടക്കണം. അപ്പൊ ഗൈസ് നമ്മ അടുത്ത ട്രിപ്പ് ഇട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഒരു ട്രിപ്പ് ഇട്ട് അത് ഊറ്റി റെഡിയാക്കി വെച്ചേക്കാണ്. അല്ല വെന്തിട്ട് ഊറ്റി റെഡിയാക്കി വെക്കാണ്. ഇനി അടുത്ത ട്രിപ്പ് മുട്ട പൊരിക്കണം. അപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ഫ്രൈ പാൻ ഇപ്പോൾ വെച്ചേക്കാണ്. ആ ഫ്രൈ പാൻ ചൂടായി കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഫ്രൈ പാൻ ഒന്ന് ചൂടാവട്ടെ. ഓയിലൊഴിക്കാൻ നിക്ക് ആ വെള്ളം പറ്റട്ടെ. എന്നടാ ഓയിൽ ഒഴിക്കണേ. ഓയിൽ
ചൂടായി എണ്ണ ചൂടായി മുട്ട ഒഴിക്കട്ടെ. മുട്ട ചിക്കിയാൽ മതി. നാലാക്കിയ ചിക്കാനാണ്. നാലാക്കണെന്തിനാ? മുട്ട ആ മുട്ട ഒന്ന് ചിക്ക. മുട്ട ചിക്കിക്കൊണ്ടിരിക്കണ്ട. ചിക്കി റെഡിയാണ്. ചിക്കൻ ഇതിറക്കി വെക്കേണ്ട. ഇനി അടുത്തെന്ന് വെച്ചാൽ അടുത്ത് ഉരുളെടുക്കുക, വെക്കുക. ഇത് നമ്മൾ ഉരുളി ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോ ഇതിന് ഓല വെച്ച് കൊടുക്കുക. എന്ത് ഇപ്പൊ ഓല വയ്ക്കണോ? ഇത്തിരി ഓല വയ്ക്കട്ടോ. ആ വെച്ചു. ഇത്തിരി ഓല വെച്ചോ. അതല്ലേ ഞാനും പറഞ്ഞു. ഇത്തിരി ഓയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ഓയിൽ ചൂടായിട്ട് വരുമ്പോഴേക്കും ഓയിൽ ചൂടായി കഴിയുമ്പോ ചൂടാറുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ. ഇത് കരിഞ്ഞു കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ചട്ടി കഴുകിയതല്ലേ? ഇല്ല. ഇനി ഇത് വാടി കഴിയുമ്പോഴല്ലേ ഉപ്പിട്ട്. ഈ സോയാ സോസൊക്കെ എത്ര ഒഴിക്കണം? സോയാ സോസൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി. 2-3 ടീസ്പൂൺ. ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇനി മുട്ട ഇടണം. അപ്പം ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും മുട്ട ഇട്ടാൽ മതി. നമുക്കിത് ഇത്തിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഉപ്പൊന്നും എല്ലായിടത്തൊന്ന് പിടിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടി തന്നെ. ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെച്ചാൽ നമ്മൾ 2 ട്രിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ഇത്, രണ്ടാമത്തെ ഇത്. ഇത് മുട്ട, പിന്നെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേവട്ടെ. അപ്പോൾ എന്തേലും ഇനി നമ്മൾ ഇത്തിരി കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചിക്കി വെച്ചേക്കണ മുട്ടയിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. വന്ന് മുട്ടയെ ഒഴിച്ച് കുരുമുളക് കൂട്ടി. സോസ് എങ്ങനെ?
പിന്നെ ഈ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സോസുകൾ വയ്ക്കട്ടോ. ഞാൻ സോസ് ഒന്ന് ഒക്കെ തുറക്കും നോക്കട്ടെ. അപ്പോൾ തന്നെ ആദ്യം നമ്മൾ വയ്ക്കണേ റെഡ് ചില്ലിയാണ്. റെഡ് ചില്ലി ഉണ്ടായി, ടൊമാറ്റോ, റെഡ് ചില്ലി, ടൊമാറ്റോ. അത് നോക്കണ്ടത്. ആ മതി 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 മതി. അടുത്ത സോയ സോസ് ഉണ്ടോ? സോയ സോസ് നമ്മൾ എപ്പോഴും കുറച്ച് വയ്ക്കാം. സോയയുടെ രണ്ട് ട്രിപ്പ് വെച്ചാന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് ഈ ഉരുളിക്ക് കയറൂലായിരുന്നു. വേവിക്കാനായിട്ട് തന്നെ മര്യാദ വെന്ത് വരില്ല. കൊണ്ടിട്ടാണ് രണ്ടെണ്ണം രണ്ട് ഇതിലാക്കിയത്. അടുത്ത് നമുക്ക് വേവിച്ച് വെച്ചേക്കണത് നൂഡിൽസ് ഇടാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തട്ടാ. പിന്നെ ഇപ്പോൾ സാധനം ഒരു റെഡിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചു നോക്കാമല്ലോ. അതിന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അപ്പോൾ ഇത് ഒരു നേരം റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ട്രിപ്പ് ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാമത് ഒന്നുകൂടി ഉണ്ടാക്കിയത്. വേറൊന്നും കൂടി കയറ്റി വെച്ചത്. അപ്പോഴാണ് ഇത് ഇട്ടതിനപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് കൂടുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് നാളത്തേക്കാക്കി, എന്നിട്ട് ഇത് ഇന്നത്തേക്ക് വെച്ച്. അപ്പോൾ ഇതിപ്പോൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നാളത്തേക്ക് ഞങ്ങൾ റെഡിയാക്കാൻ വേണ്ടി വെച്ചോട്ടാ. നാളത്തേക്ക് ചെയ്യാനുള്ളതായി. ആ ടേസ്റ്റ് നോക്കി. നൂഡിൽസ് ആണ്, റെസ്റ്റോറൻറ്റ് നൂഡിൽസ്. അടിപൊളി അടിപൊളി അടിപൊളിയാ. അടിപൊളി ഐറ്റം. എല്ലാവരും ട്രൈ ചെയ്ത് പോകണം. നല്ല സാധനം. പിന്നെ ടൊമാറ്റോ സോസ് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല എനിക്ക് കിട്ടിയ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.